BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ കോൺഗ്രസ് കലാപ നീക്കം നടത്തി. KPCC ആസ്ഥാനത്തേക്ക് മാർച്ച് പ്രഖ്യാപിച്ച് BJP. സംസ്ഥാനത്ത് കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് മാർച്ച് പ്രഖ്യാപിച്ച് BJP. തിരുവനന്തപുരത്തെ KPCC ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തും. ഉച്ചയ്ക്ക് 1 മണിക്കാണ് BJPയുടെ മാർച്ച്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ കോൺഗ്രസ് കലാപ നീക്കം നടത്തിയെന്നാരോപിച്ചാണ് BJPയുടെ സംസ്ഥാനത്തെ പ്രതിഷേധം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യും. നെതന്യാഹു യുദ്ധക്കുറ്റവാളി, അന്താരാഷ്ട്ര അറസ്റ്റ് വാറന്റ് അമേരിക്കൻ ഭരണകൂടം നടപ്പിലാക്കണം. മംദാനി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു യുദ്ധക്കുറ്റവാളിയാണെന്ന് ന്യൂയോർക്ക് മേയർ സോഹ്റാൻ മംദാനി. എന്നാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാൻ ന്യൂയോർക്കിന് അധികാരമില്ലെന്നും മംദാനി വ്യക്തമാക്കി. നെതന്യാഹുവിനെതിരെയുള്ള അന്താരാഷ്ട്ര അറസ്റ്റ് വാറന്റ് അമേരിക്കൻ ഭരണകൂടം നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നെതന്യാഹു ന്യൂയോർക്കിലെത്തിയാൽ അറസ്റ്റ് വാറന്റ് നടപ്പിലാക്കുവാൻ നഗര അധികൃതർക്ക് കഴിയുമോ എന്ന് പരിശോധിക്കുവാൻ നഗരത്തിലെ അഭിഭാഷകരുമായി കൂടിയാലോചനകൾ നടത്തുകയാണെന്നും ന്യൂയോർക്ക് സിറ്റി മേയർ സോഹ്റാൻ മംദാനി പറഞ്ഞിരുന്നു. നിലവിലെ സാഹചര്യം ഖേദകരം. ഇന്ത്യയിലെ യുവജനങ്ങളുടെ ശബ്ദം കേൾക്കണം. ജന്തർ മന്ദറിലെ പ്രതിഷേധത്തെ പിന്തുണച്ച് ശ്രീ രവിശങ്കർ. ജന്തർ മന്ദറിലെ പ്രതിഷേധത്തെ പിന്തുണച്ച് ആത്മീയ നേതാവ് ശ്രീ രവിശങ്കർ. ഇന്ത്യയിലെ യുവജനങ്ങളുടെ ശബ്ദം കേൾക്കണം. നിലവിലെ സാഹചര്യം ഖേദകരം. അതിയായ ദുഃഖം തോന്നുന്നു. ആശയവിനിമയം തടസ്സപ്പെടുത്തുന്നത് ആർക്കും ഗുണകരമല്ലെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ജന്തർ മന്ദറിൽ നടക്കുന്നത് സമാധാനപരമായ സമരം. ചില ഗുണ്ടകൾ ആക്രമണം നടത്തുവാൻ പദ്ധതിയിടുന്നു. അഭിജിത്ത് ദീപ്കെ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി തുടങ്ങിവച്ച സമരം ജന്തർ മന്ദറിൽ തുടരുകയാണ്. ജന്തർ മന്ദറിൽ ഒഴികെ മറ്റൊരിടത്തും ഒത്തുകൂടുവാൻ ആഹ്വാനം നൽകിയിട്ടില്ലെന്നും അഭിജിത്ത് ദീപ്കെ വ്യക്തമാക്കി. ജന്തർ മന്ദറിൽ നടക്കുന്നത് സമാധാനപരമായ സമരം. ചില ഗുണ്ടകൾ ഡൽഹിയിലെ പലയിടത്തും ഒത്തുകൂടി ആക്രമണം നടത്തുവാൻ പദ്ധതിയിടുന്നുണ്ടെന്നും ഇവരുമായി CJPക്ക് ബന്ധമില്ലെന്നും അഭിജിത്ത് ദീപ്കെ പറഞ്ഞു. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തി ഫ്രാൻസ്. യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യം. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് നിരോധിക്കുന്ന ബില്ല് പാസാക്കി ഫ്രാൻസ്. പ്ലാറ്റ്ഫോമുകളിൽ പൂർണ്ണ നിരോധനം അംഗീകരിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യത്തെ രാജ്യമായി മാറിയിരിക്കുകയാണ് ഫ്രാൻസ്. സമൂഹ മാധ്യമോപയോഗം കുട്ടികളുടെ മാനസികാരോഗ്യം തകരാറിലാക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്. ശ്രേഷ്ഠം സമ്പുഷ്ടം. 3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാം. വിദ്യാ ബാലകൃഷ്ണന് വ്യാജ കോൾ വന്ന സംഭവത്തിൽ സിം ഉടമയെ കണ്ടെത്തി. കോഴിക്കോട് എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണന് വ്യാജ കോൾ വന്ന സംഭവത്തിൽ സിം ഉടമയെ കണ്ടെത്തി. തനിക്ക് പങ്കില്ലെന്നും മൊബൈൽ ഫോൺ മോഷണം പോയിരുന്നുവെന്നും ഇയാളുടെ മൊഴി. ഇയാളുടെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം കൂടുതൽ പരിശോധിക്കും. സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ വരുമെന്നും 3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാമെന്നും പറഞ്ഞായിരുന്നു വ്യാജ കോൾ എത്തിയിരുന്നത്. KPCC അധ്യക്ഷ സ്ഥാനം മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തുവാൻ ഹൈക്കമാൻഡ്. KPCC അധ്യക്ഷ പദവിയിൽ അഭിപ്രായ സമന്വയത്തിനായി മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തുവാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ്. VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MM ഹസൻ, PJ കുര്യൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ആശയവിനിമയം നടത്തും. അധ്യക്ഷ സ്ഥാനത്തേക്ക് ജോസഫ് വാഴക്കൻ, ബെന്നി ബെഹനാൻ എന്നിവരുടെ പേരുകൾക്കാണ് മുൻതൂക്കം. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് മാത്രം തീരുമാനത്തിലേക്ക് എത്തിയാൽ മതിയെന്നും ഹൈക്കമാൻഡ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.